നമസ്കാരം. ഇത് നമ്മുടെ അരുൺ ബ്രോ നമ്മുടെ ക്ലബിലുള്ളതാണ്. റാലിയുടെ ഹൈബ്രിഡ് കൊടുത്തിട്ട് MTB അപ്ഗ്രേഡ് ചെയ്തേക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ ഹൈബ്രിഡിൽ നിന്ന് MTBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണത്. അപ്പോൾ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇത് പോളിഗണിൻ്റെ പ്രീമിയർ 5 എന്ന് പറഞ്ഞ മോഡലാണ്. 2020 മോഡലാണ്. ഇത് 2x9 ആണ്. 18 സ്പീഡ് വണ്ടിയാണ്. ഫ്രണ്ടിൽ വരുന്നത് ഷിമാനോ ആൾട്ടസ് ആണ്. ബാക്കിൽ അലീവിയോ വരുന്നുണ്ട്. അത്യാവശ്യം ട്രെയിൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു വണ്ടിയാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സാൻഡൂറിൻ്റെ XUE എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 120 mm ട്രാവൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ ടൈപ്പ് ഒരു MTB ആണ്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സൊക്കെ കൊടുത്തേക്കുന്നത് ആൾട്ടസാണ്. ഷിമാനോൻ്റെ തന്നെ ആൾട്ടസാണ് യൂസ് ചെയ്തേക്കണം. പിന്നെ ഹൈഡ്രോളിക് ടെക്ട്രോയിൻ്റെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. 160 റോട്ടർ സൈസ് വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല സ്പെക്കാണ്. പിന്നെ ഇത് 32 ഹോളാണ് ഹബ്ബ് വരുന്നത്. ഫുൾ അലോയ് ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്സുകൾ സീറ്റ് പോസ്റ്റ്, ഹാൻഡിൽ ബാർ, ഹാൻഡിൽ സ്റ്റെമ്മ്, പെഡല്, ടയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ബാക്കി ഷിമാനോ പാർട്സ് വരുന്നത് ഡിറൈലർ, കാസറ്റ്, FD അങ്ങനെയുള്ളതാണ്. ക്രാങ്ക് വരുന്നത് പ്രോവിലിലാണ്. 2 ക്രാങ്കേ ഉള്ളൂ. ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്പെക്കായിട്ടുള്ള ഒരു MTB ആണ്. നമുക്ക് പുള്ളിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് MTBയിലേക്ക് മാറിയത്. ഞാൻ ആക്ച്വലി ഗിയേർഡ് സൈക്കിൾ തന്നെ കഴിഞ്ഞ ഒക്ടോബർ 2019 ചവിട്ടിയുടെ ശീലം ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ സിംഗിൾ സ്പീഡായിരുന്നു ചവിട്ടുണ്ടായിരുന്നത്. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സൈക്കിളിൻ്റെ ലോകം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത്. സിംഗിൾ സ്പീഡ് വെച്ച് എറണാകുളം തൃശ്ശൂരൊക്കെ ചവിട്ടി മുട്ടുവേദനയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ബൈക്ക് ടൈൽസിലൊക്കെ വന്ന് ഹൈബ്രിഡ് ചൂസ് ചെയ്തത്. സ്ട്രാഡ എലീറ്റ് ആയിരുന്നു, റാലി സ്ട്രാഡ എലീറ്റ് ആയിരുന്നു ചൂസ് ചെയ്തത്. നല്ല വ്യത്യാസം തോന്നി. അതായത് തൃശ്ശൂർക്ക് 4 മണിക്കൂർ എടുക്കുന്നത് ഒരു 2.5-3 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ചവിട്ടാൻ തുടങ്ങി. പിന്നെ ലോങ്ങൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തോന്നി MTB ആയിരിക്കും ഇത്രയും കൂടിയും ബെറ്റർ. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ വീലിൻ്റെ ഒരു ടയറിൻ്റെ ഡിഫറൻസാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. പഞ്ചർ വരാനും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ചാൻസ് അതിൽ തോന്നി. പിന്നെ ഇത്രയും കൂടിയും സ്റ്റൈലിഷായിട്ട് എനിക്ക് MTB ആണ് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹൈബ്രിഡ് ആക്ച്വലി വിറ്റു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. കാരണം വണ്ടി കിട്ടാനില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 4-5 മാസത്തെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇന്ന് എനിക്ക് ഈ വണ്ടി ഡെലിവർ ആവണത്. വളരെ ഹാപ്പിയാണ് ഞാൻ. എൻ്റെ ഒരു ആഗ്രഹം പോലുള്ള ഒരു വണ്ടി കിട്ടിയ അത്യാവശ്യം നല്ല സ്പെക്കുള്ള വണ്ടിയാണ്. കാണാനും നല്ല ഒരു ലുക്കുണ്ട്. ഇനി ഓടിച്ചു നോക്കിയില്ല ഞാൻ ഇതുവരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ വാൽപ്പാറ, ഊട്ടി, മൂന്നാർ ഇതാണ് ചവിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചവിട്ടാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ കഴിഞ്ഞ് കൊറോണയൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും ബാക്ക് ടു ആക്ഷൻ ആവണം. തീർച്ചയായിട്ടും. താങ്ക് യു.